ആദിലേനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്താക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. അതിൻ്റെ ഒരു പ്രൊമോ വന്നിരുന്നു. ഈ ഒരു സീസണിൽ ഇതുപോലെ തന്നെ മുൻപും മിഡ് വീക്ക് എവിക്ഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവസാനം വന്ന 2 പേര്, അതായത് ഷാരികയും അതുപോലെ തന്നെ ഒനീലിനെയും ഒരു സീക്രട്ട് റൂമല്ല, ഒരു ഡാർക്ക് റൂമിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. അതുപോലെ വീണ്ടും ഒരു മിഡ് വീക്ക് എവിക്ഷൻ വന്നിരിക്കുകയാണ്. ഇത്തവണ മിഡ് വീക്ക് എവിക്ഷനിലൂടെ എവിക്റ്റഡ് ആയിരിക്കുന്നത് ആദിലയാണ്. പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവർ നോമിനേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുറകിൽ വന്നിരിക്കുന്നത്. പക്ഷേ ആദിലയോട് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിൽ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നുണ്ട്. അപ്പോൾ ആദിൽ ഇനി പോകാൻ സാധ്യതയുള്ളത് ഡാർക്ക് റൂമിലേക്കോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്കോ ആയിരിക്കും. എല്ലാ സീസണുകളിലും തന്നെ ഒരു സീക്രട്ട് റൂം ടാസ്ക് ഉണ്ടാകാറുണ്ട്. ഈ സീക്രട്ട് റൂം ടാസ്ക് എന്ന് പറയുന്നത് നല്ലൊരു കണ്ടൻ്റ് ആണല്ലോ. കാരണം സീക്രട്ട് റൂമിലേക്ക് ഒരാൾ കയറിയിരിക്കുന്നു, അതൊക്കെ നല്ല TRP കിട്ടുന്ന തരത്തിലുള്ള ഒരു കണ്ടൻ്റാണ്. അതുപോലെ നല്ല പ്രൊമോകൾ വിടാൻ പറ്റും. അപ്പോൾ നല്ല റീച്ചുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് റൂമിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പക്ഷേ അതിൽ സീക്രട്ട് റൂമിലാകാനാണ് കൂടുതലും സാധ്യത. ഒരുപക്ഷെ അതൊരു പ്രാങ്കുമായിരിക്കാം കേട്ടോ. ഇനി ആദിലയുടെ ബർത്ത്ഡേ ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. പുറത്തായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രധാന വാതിലിൻ്റെ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഒരു സീക്രട്ട് റൂമോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് റൂമോ ആകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ചിലരുടെയൊക്കെ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. അതായത് മിഡ് വീക്ക് എവിക്ഷൻ വരി ഷാരികയും അതുപോലെ തന്നെ ഒനിയിലും ഡാർക്ക് റൂമിൽ പോയി, പക്ഷേ അതുപോലെ അവർ തിരിച്ചു വന്നതുപോലെ ആദില തിരിച്ചു വരരുതേ എന്നുള്ള കമൻറ്റുകളൊക്കെ കണ്ടു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദിലിനെ ശരിക്കും പുറത്താക്കണോ അതെയോ അവിടെ തന്നെ തുടർന്നോട്ടെ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം.